16-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് തലയുയർത്തി പണി കഴിപ്പിച്ച മിഷ്കാൽ പള്ളി. ആ മിഷ്കാൽ പള്ളി കോഴിക്കോടിൻ്റെ മതസൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനും എല്ലാ തരത്തിലും മുസ്ലിം സാമൂഹിക നവോത്ഥാനത്തിനുമെല്ലാം വലിയ പ്രാധാന്യം നൽകി പോന്ന പള്ളിയാണ്. ആ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കോഴിക്കോട്ടെ മുസ്ലിങ്ങളുടെ ഇസ്ലാമിക വളർച്ചയ്ക്കെല്ലാം വലിയ പങ്ക് വഹിച്ചത്. അവിടെ നിരവധിയായ കാളിമാർ സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ കൊല്ലം 2026 കോഴിക്കോട്ട് മിഷ്കാൽ പള്ളിയുടെ കാളിയായി, കോഴിക്കോടിൻ്റെ മുഖ്യ കാളിയായി സമസ്ത നേതാവും SYS സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുലേരി ചുമതലയേൽക്കുകയാണ്. തങ്ങളിപ്പോൾ സുപ്രഭാതം ഓൺലൈനോടൊപ്പം ചേരുകയാണ്. തങ്ങൾ ആദ്യമായി എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒരു വലിയ ഒരു ഉത്തരവാദിത്വം. കോഴിക്കോടിൻ്റെ മിഷ്കാൽ പള്ളി എന്ന് പറയുമ്പം അതിൻ്റെ ഒരു ചരിത്രം കോഴിക്കോടിനോളം മലബാറിനോളം കേരളത്തിലെ മുസ്ലിങ്ങളെയൊക്കെ വലിയ അളവിൽ സ്വാധീനിച്ചൊരു പള്ളിയും അവിടെ ഒരു വലിയ ജനവിഭാഗവും ഒക്കെ ഉൾക്കൊള്ളുന്ന, കോഴിക്കോടിൻ്റെ തനിമ ഉൾക്കൊള്ളുന്ന ഒരു പ്രൗഢപ്രസിദ്ധമായൊരു പള്ളിയും ഒക്കെയാണ്. ആ പള്ളിയുടെ കാളിയായി, കോഴിക്കോടിൻ്റെ മുഖ്യ കാളിയായി അങ്ങ് അവരോധിതനാകാൻ പോകുന്നു. ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? നിലവിൽ 19 വർഷത്തോളമായി ഇവിടെ കോഴിക്കോട് കാളിയായിക്കൊണ്ട് നിലനിൽക്കുന്നു. കോഴിക്കോടിൻ്റെ 90% മഹല്ലുകളും ആ സമയങ്ങളിൽ ബയ്യത്ത് ചെയ്ത എന്നെ ബയ്യത്ത് ചെയ്തിട്ട് അവരുടെ കാളിയായി തുടരുകയാണ്. ഇവിടെ പാരമ്പര്യമായി മിഷ്കാൽ പള്ളി എന്നുള്ളത് ചരിത്ര പ്രസിദ്ധമാണ്. ഒരുപാട് ചരിത്രങ്ങൾ സാക്ഷിയായ ഒരു പള്ളിയാണ് മിഷ്കാൽ പള്ളി എന്നുള്ളത്. നാദർ മിഷ്കാൽ എന്ന മഹാനവറുകൾ സ്ഥാപിച്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ പള്ളി, അവിടെ നിലവിൽ ഞാൻ ഇവിടെ ഏറ്റെടുക്കുന്ന സമയത്ത് നാലകത്ത് മുഹമ്മദ് കോയ ബാക്കവി ആയിരുന്നു അവിടുത്തെ കാളിയായിട്ടുണ്ടായിരുന്നത്. ആ സന്ദർഭങ്ങളിൽ അവരോടൊക്കെ ചെന്ന് കണ്ടതിൻ്റെ ശേഷമാണ് ഞാൻ ഇവിടുത്തെ ഉത്തരവാദിത്വം നേരത്തെ ഏറ്റെടുത്തത്. ഇപ്പോൾ അതിലൂടെ കുറച്ചുകൂടി എൻ്റെ ബാധ്യത ഒന്ന് കൂടി എന്നുള്ളതാണ് ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിലൂടെ എനിക്കുണ്ടായിട്ടുള്ളത്. ബാധ്യത കൂടുക എന്ന് പറയുമ്പോൾ അവിടുത്തെ കൈകാര്യങ്ങൾ ചെയ്യുന്നതിലും, പ്രത്യേകിച്ച് അവിടെ ഈ ടൂറിസ്റ്റ് കേന്ദ്രം കൂടി ആയതുകൊണ്ട് പലപ്പോഴും പല ഇഷ്ടാദികൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന സമയങ്ങളിലും അവരോടുള്ള കൂടെ മറ്റ് പള്ളിയെപ്പറ്റി പരിചയപ്പെടുത്താനൊക്കെ അവിടെ വേണ്ടി വരും എന്നുള്ളതും, കൂടാതെ പിന്നെ നിക്കാഹ് കാര്യങ്ങൾ, അവിടുത്തെ നിക്കാഹ് കാര്യങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന ദിവസങ്ങൾ അവിടെ മാറ്റി നിർത്തേണ്ടി വരും. ഒരു പക്ഷേ മറ്റ് മഹല്ലുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കോഴിക്കോട് ഒരു പ്രത്യേക തരം ജീവിതം, അല്ലെങ്കിൽ ഒരു കോഴിക്കോടിൻ്റെ ഒരു കുറ്റിച്ചിറയുടെ ഒരു ജീവിതം എന്ന് പുറത്തേക്കൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുറ്റിച്ചിറക്കാരെന്നൊക്കെ പറയുമ്പോൾ ഉള്ള, അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ മറ്റു മഹല്ലുകളിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് താങ്കൾ ഇതിൽ കൂടുതലായിട്ട് കാണുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണം ഞാനിവിടെ 19 വർഷത്തോളം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ രീതികളും ശൈലികളും ഒക്കെ മനസ്സിലാക്കിയ ഒരാളാണ്. ഒന്ന്, ഞാൻ അടുത്ത പ്രദേശത്തുകാരനാണ്, കടലുണ്ടിയിലാണ്. നേരത്തെ കോഴിക്കോടുമായി പട്ടണവുമായി നേരത്തെ ബന്ധമുള്ള ഒരാളാണ്. പിന്നെ കുറ്റിച്ചിറയിലെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി ഞാൻ കാളിയായതുപോലെ അടുത്ത ഒരാളാണ്. അപ്പോൾ പ്രത്യേകമായിട്ട് എനിക്ക് അതിൽ കൂടുതലായിട്ട് അധികമായിട്ട് പറയാനൊന്നുമില്ലെങ്കിലും പിന്നെ ഇവിടുത്തെ ഈ ജീവിതശൈലിയും ചിട്ടയും ഒക്കെ തന്നെ നേരത്തെ ഒരു മനസ്സിലാക്കിയും ഇത് ഈ കാലങ്ങളിലൊക്കെ പഠിച്ച ആളായതുകൊണ്ട് അത്യാധി ആശങ്കകളൊന്നും എനിക്ക് പ്രത്യേകമായിട്ട് തോന്നാനില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം താങ്കൾ 19 വർഷമായി കാളി സ്ഥാനത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. താങ്കളെങ്ങനെയാണ് ഈ കാളി സ്ഥാനങ്ങളിലേക്ക് വരുന്നത്? പാരമ്പര്യമായിട്ട് വരുന്നതായിരുന്നു, അല്ലെങ്കിൽ സംസ്ഥയിൽ നിന്ന് ഏതെങ്കിലും ഉസ്താദുമാരൊക്കെ താങ്കളെ ഈ ഒരു സ്ഥാനത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയായിരുന്നു? എങ്ങനെയാണ് താങ്കൾ കാളിയാകുന്നത്? എന്നെ ഈ വലിയ ഉത്തരവാദിത്തത്തിലേക്ക് കൊണ്ടുവന്നത് മഹാനായ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളാണ്. മഹാനായ സൈനുലുലമ ചെറുശ്ശേരി ഉസ്താദുമാണ്. പാരമ്പര്യമായി പറയുകയാണെങ്കിൽ എൻ്റെ ഉമ്മ പാണക്കാട് സയ്യിദ് അബ്ദുൽ ഖഹാർ ഷിഹാബുദ്ദീൻ പൂക്കോയ തങ്ങളുടെ മകളാണ്. വല്ലിപ്പ ചാലി അടക്കമുള്ള 100ഓളം മഹല്ലിൻ്റെ ഖാദിയായിരുന്നു. യഥാർത്ഥത്തിൽ ചാലിയമായിരുന്നു കാളി പരമ്പരയുടെ പഴക്കവും
പാരമ്പര്യം അവിടെയാണ്. ആ സമയങ്ങളിൽ എൻ്റെ വല്യപ്പ 100ഓളം മഹല്ലത്തെ ചാലി അടക്കമുള്ള അന്ന് അറിയപ്പെട്ടിരുന്നെ ചാലിയൻ കാവി എന്നായിരുന്നു വല്യപ്പാൻ അറിയപ്പെട്ടിരുന്നത്. മുദരിസുമായിരുന്നു വല്യപ്പ. അപ്പോൾ പാരമ്പര്യം പറയുമ്പോൾ ആ രീതിയിലാണ് എനിക്ക് പിന്നെ അവകാശപ്പെടാനുള്ളത്. എന്നാൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ രീതിയിലായിരുന്നു നീങ്ങിയത്. എൻ്റെ പിതാവ് ഒരു മുദരിസായിരുന്നു. ദർസ് മാത്രമായിരുന്നു ഉപ്പാക്ക് വളരെയേറെ പ്രിയവും. അങ്ങനെ തന്നെ ജീവിച്ച് അങ്ങനെ തന്നെ മരണപ്പെട്ട ആളും. ആ ഉപ്പാൻ്റെ പാരമ്പര്യം എന്നുള്ളത് നല്ല ഒരു മുദരിസ്, ദർസ്, പണ്ഡിതൻ എന്നുള്ളതാണ്. ആ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിലാണ് 2008 തുടക്കത്തിൽ, 2007 തന്നെ തുടങ്ങിയിട്ടുണ്ട്. 7 തന്നെ പലരും ഈ കാര്യങ്ങൾ അന്വേഷിച്ച് വന്നെങ്കിലും ഞാൻ ആ കാലങ്ങളിലൊക്കെ എല്ലാ കാര്യവും മുറൽ തങ്ങളോട് മുഷാവർ ചെയ്യാറുണ്ട്, സൈനുലുമയോട് മുഷാവർ ചെയ്യാറുണ്ട്. സംഘടനാ തലത്തിലൊക്കെ കൂടുതൽ സജീവമായി. ആ സമയത്ത് തന്നെ ഞാൻ സുന്നിയൂന സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളാണ്. സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്, പക്ഷേ ഉപാധ്യക്ഷനല്ല. ജില്ലാ കമ്മിറ്റിയിൽ ഉപാധ്യക്ഷനാണ്. മലപ്പുറം ജില്ലാ കമ്മിറ്റി ഉപാധ്യക്ഷനാണ്. അപ്പോൾ ഞാൻ പഴയ കാലം മുതൽ സുന്നിയൂന സംഘത്തിൻ്റെ ചെറുപ്രായത്തിൻ്റെ പ്രവർത്തകനാണ്, സംഘാടകനാണ്, നേതാവുമാണ്. നേതാവ് വെച്ചാൽ അടുത്ത ലീഡറായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമറുൽ തങ്ങളായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഉമറുൽ തങ്ങൾ എൻ്റെ ഉപ്പാൻ്റെ സതീർത്ഥ്യനാണ് പട്ടിക്കാട്. എൻ്റെ ഉമ്മ പിന്നെ വല്യപ്പ പിന്നെ ഉമ്മ പാണക്കാടായതുകൊണ്ട് ആ ഒരു ബന്ധം എപ്പോഴും എന്തെങ്കിലുണ്ട്. അവർ ഏളാപ്പ ഉമ്മയും ഉപ്പയും ഉമറുൽ തങ്ങളും നല്ലൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചില വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അവരായിട്ട് കൂടി ആലോചിക്കാറുണ്ട്. അപ്പോൾ ഞാൻ കരിപ്പൂർ ദർസെടുത്ത സമയത്ത് ഇങ്ങനെ ആലോചന വന്നെങ്കിലും പിന്നീട് ഞാനത് പിന്നെ ഉമർ തങ്ങളോട് നിർദ്ദേശത്തനുസരിച്ച് ചെയ്യാന്നുള്ളവർക്ക് മാറ്റിവെച്ചു. പിന്നീട് അങ്ങനെ ചാലിയത്ത് എത്തിയപ്പോഴാണ് വീണ്ടും ചാലിയത്ത് ദർസെടുക്കുന്ന സമയത്താണ് വീണ്ടും ഈ ആവശ്യമായിക്കൊണ്ട് ഇവിടുത്തെ ആളുകൾ വരുന്നത്. ആവുന്ന സമയത്ത് പിന്നെ ഞാൻ ഉമർ തങ്ങളോട് ആലോചിച്ചപ്പോൾ തങ്ങളാ മുൻകൈ എടുത്തുകൊണ്ട് ഏറ്റെടുക്കണം, ഞാൻ കൈവരിച്ച് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ എന്ത് ചെയ്തത്. അന്നൊരു മഹല്ലാണ് അല്ലല്ല, ഞാനന്ന് ഏറ്റെടുക്കുന്ന സമയത്ത് ചെറുശ്ശേരി ഉസ്താദും ഒരു സമസ്തയുടെ മുഴുവൻ പണ്ഡിതന്മാരും നിറഞ്ഞൊരു സദസ്സായിരുന്നു. ഇടിയങ്ങര പള്ളിക്ക് മുമ്പിൽ വെച്ച് ആയിരുന്നു എന്തുണ്ടായിരുന്നത് സംഘടിപ്പിച്ചത് വയ്യത്ത്. അന്ന് 40ഓളം മഹല്ല് വയ്യത്ത് ചെയ്തിരുന്നു. ആദ്യം ഏറ്റെടുക്കുന്ന അന്ന് 40ഓളം മഹല്ല് വയ്യത്ത് ചെയ്തിരുന്നു. അന്ന് ഇവിടുത്തെ കോഴിക്കോട് സംയുക്ത ജമാഅത്ത് കമ്മിറ്റിയാണ് അതിന് നേതൃത്വം നൽകിയത്. അവരെ കാവി എന്നുള്ള നിലക്കാണ് അന്ന് എന്ത് ചെയ്ത് അവരോധിച്ചിട്ടുള്ളത്. അന്ന് മാനു സാഹിബ്, അതുപോലെ തന്നെ നമ്മൾ ഉമർ വൈസിയുണ്ട്, അതുപോലെ തന്നെ നമ്മളെ ഹംസവാഫി തങ്ങൾ അടക്കമുള്ള അബ്ദുഖായത്തങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. അവരെ അടങ്ങുന്ന ഒരു സംയുക്തമായ നല്ലൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. കൊട്ടടത്ത് മൊയ്തീൻകായ മരിച്ചുപോയി, അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നതിൽ അവരടങ്ങുന്ന ഒരു സംയുക്തമായത്തുണ്ട്. അതൊന്നും നിലവിലുണ്ട്. CP ഉസ്മാൻ സാബ്, ഇക്ബാൽ അടക്കമുള്ള ആളുകളുള്ള സംയുക്തമായത്ത് നിലവിലുണ്ട്. അതിൻ്റെ കീഴിലായിരുന്നു അന്ന് 40ഓളം മഹല്ല് സിറ്റിയിലെ പരിസരത്തുള്ള സിറ്റിയും തൊട്ടടുത്ത് സിറ്റി എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിലുള്ള 40ഓളം മഹല്ല് അന്ന് തന്നെ ഓരോരുത്തരും ലെറ്റർ പേഡിൽ എഴുതി തന്ന് ഓരോരുത്തർ വന്ന് ബൈഅത്ത് ചെയ്ത് പോയതാണ്. അത് നല്ല ഓർമ്മയിലുണ്ട്. ഇന്ന് ഏകദേശം താങ്കൾ എത്ര ജില്ലകളുടെ എത്ര മഹലിൻ്റെ ഒക്കെ കാലിയായിട്ടുണ്ട്? നിലവിലിപ്പം കാസർഗോഡ് ജില്ലയിൽ എനിക്കുണ്ട് മഹല്ലുകളുണ്ട്. കണ്ണൂർ ജില്ലയിലുണ്ട്, കാസർഗോഡ് കോഴിക്കോട് ജില്ലയിലുണ്ട്, മലപ്പുറം ജില്ലയിലുണ്ട്, പാലക്കാട് ജില്ലയിലുണ്ട്, തൃശ്ശൂർ ജില്ലയിലുണ്ട്. കൂടാതെ കേരളത്തിന് പുറത്ത് കൊടകിൽ 25 മഹല്ലുകളുണ്ട്. അവിടുത്തെ കൊടക് സംയുക്ത മഹല്ല് ജമാഅത്തിൻ്റെ കാവിയാണ് ഞാൻ. അതുകൂടിയുണ്ട്. മൊത്തം ഒരു 300ഓളം മഹല്ല് നിലവിൽ കാവിസ്ഥാനുണ്ട്. ഈ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് 19 വർഷം മുമ്പ് ഏറ്റെടുക്കുമ്പോൾ ഇങ്ങനെയൊരു ഇത്രയധികം മഹല്ലുകളിലേക്ക് വരേണ്ടി വരും എന്നൊക്കെ അന്ന് വിചാരിച്ചിരുന്നു. വളരെ ആശങ്കയിൽ തന്നെയായിരുന്നു. പിന്നെ എനിക്ക് അന്നൊരു പ്രചോദനം നൽകിയത് പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ പിന്നെ ഈ സപ്പോർട്ട് ഉണ്ടായിരുന്നത് ഉമർ ഷിഹാബ് തങ്ങളും ചെറുശ്ശേരി ഉസ്താദാണ്. അവരെ ആ ഒരു പിന്നെ ആ സപ്പോർട്ട് എനിക്ക് വല്ലാതെ സത്യത്തിൽ ഞാൻ ആശങ്ക ഉണ്ടായിരുന്നു. ഞാൻ വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. കാരണം വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ഇരുന്ന സ്ഥലത്ത് ഒരുപാട് കൈകാര്യങ്ങൾ ചെയ്യാൻ, കർമ്മപരമായി ഒരുപാട് മസലകളൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ്. ഒരുപാട് തർക്കങ്ങൾ വിഷയങ്ങൾ ഉണ്ടാകുന്ന ഒരു ഏരിയയാണ്.
എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയൊരു ആശങ്ക കണ്ടിരുന്നെങ്കിലും പിന്നീട് ആദ്യ കാലങ്ങളിലൊക്കെ തന്നെ ഇവരോട് പിന്നെ ഷവർ ചെയ്യുകയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെ അത് അയാളുടെ ചേർന്നല്ലോ. ഈ ഒരു ഖാദി സ്ഥാനത്ത് അവരോധിതനാവുക എന്ന് പറയുമ്പോൾ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഒരുപാട് ഇസ്ലാമിക കർമ്മശാസ്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടതുണ്ടാകും. താങ്കൾ തന്നെ പറഞ്ഞു 19 വർഷം മുമ്പ് ഏറ്റെടുക്കുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് 19 വർഷത്തിൽ ഇപ്പുറത്തുള്ള ഈ ഒരു 2026 വരെയുള്ള കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള അന്നത്തെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കാരണം പ്രത്യേകിച്ച് ജനങ്ങളുടെ ഒരു ഖാദിയോടുള്ള അല്ലെങ്കിൽ ഖാദിയുടെ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളോട് ജനങ്ങൾ കൽപ്പിക്കുന്ന ഒരു മൂല്യമോ അല്ലെങ്കിൽ ജനങ്ങൾ പാലിക്കേണ്ട ചില മര്യാദകളോ അതിലൊക്കെ വല്ല മാറ്റവും രണ്ട് കാലങ്ങൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വന്നിട്ടുണ്ടോ? 2008 എന്നൊക്കെ പറയുമ്പോൾ സോഷ്യൽ മീഡിയ അത്ര തന്നെ കൂടുതൽ പ്രചാരണത്തിൽ മൊബൈലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ സോഷ്യൽ മീഡിയ അത്ര തന്നെ എന്തല്ല സജീവമല്ല, ആളുകൾക്ക് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്നത്തേക്കാൾ ഇന്ന് ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിച്ചൊരു സമയം. അന്നത്തേക്കാൾ പ്രശ്നങ്ങൾ ധാരാളം ഇന്നുണ്ട് എന്നുള്ള ഒന്നാണ്. മറ്റൊന്ന് ജനങ്ങളുടെയുള്ള സ്വഭാവ ഗുണങ്ങളിലൊക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ വ്യക്തമായി പറയുകയാണെങ്കിൽ ഒരു ഖാദി എന്നൊക്കെ പറയുമ്പോൾ ഒരു വിധികർത്താവാണ്. ശരിക്ക് ആ വിധികർത്താവിൻ്റെ വിധി മുസ്ലിം സമൂഹം അംഗീകരിക്കണം, ആ മഹല്ല് നിവാസികൾ അംഗീകരിക്കണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത്. പക്ഷേ പല വിഷയങ്ങളിലും നമുക്ക് പറയാൻ നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരിതം. അതിൻ്റെ ഒരു പ്രശ്നം എവിടെയാണ്? ആരാണ് ഇതിൻ്റെ ഒരു അത് ഈ നടപ്പിലാക്കുന്നവർക്കാണോ? അല്ലെങ്കിൽ ഈ ഖാദിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നടപ്പിൽ വരുത്തേണ്ട ഖാദിയല്ല. ഒന്ന് നെറൂരിയായ ഖാദിയാണ്. നേരെ മറിച്ച് ഒരു ഇസ്ലാമിക രാജ്യത്തുള്ള ഒരു ഖാദിയാറിനാണ് ശരിയായ ജഡ്ജാണ്, സുപ്രീം കോടതി ജഡ്ജാണ് ആ ഖാദി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പിന്നെ ഭരണകർത്താക്കന്മാർ ഖാദി വിധിക്കുന്ന കാര്യങ്ങളെ നടപ്പാക്കേണ്ടത് അവരാണ്. വിധിയാണ് ആര് ഉറപ്പടിക്കുക? ഖാദി ഉറപ്പടിക്കുക. ഒന്ന് അത് തന്നെയാണ്. മറ്റൊന്ന് പിന്നെ പഴയ കാലങ്ങളിലും ഈ നെറൂരിയായ ഖാദിയാണെങ്കിലും ആളുകൾ പിന്നെ ഖാദിയുടെ വാക്കിന് 100% വില കൽപ്പിച്ചിരുന്നു. അത് നടപ്പിലാക്കുന്നതിൽ മഹല്ല് കമ്മിറ്റിയൊക്കെ തന്നെ പിന്നെ ഒന്ന് സൂക്ഷ്മത പാലിച്ചിരുന്നു. ഇന്ന് ആ മഹല്ല് കമ്മിറ്റി എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവർ ശക്തമായി കാര്യങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിലും ഒരു പ്രതിപക്ഷം അവിടെ ഉണ്ടാവുമല്ലോ. അത് ഇന്നത്തെ സാഹചര്യത്തിൽ കുടുംബപരമായി, വ്യക്തിപരമായി, രാഷ്ട്രീയപരമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നടപ്പിലാക്കേണ്ട വിഷയങ്ങൾ പൂർണ്ണമായി ഒരു കമ്മിറ്റിക്ക് ചിലപ്പോൾ നടപ്പാക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വരുന്നൊരു സമയം ഉണ്ടാകും. അതൊരു അനുഭവം ഖാദിക്കുണ്ടാകും. അങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ ഈയിടെ വായിച്ചു, കുടുംബ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു വലിയൊരു പ്രതിസന്ധിയായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ഈ കുടുംബ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനിടയിൽ കൂടി എല്ലാ സമുദായങ്ങളിലും ഉണ്ട്, ഖാദിയുടെ മുമ്പിലെത്തുമ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ വിഷയമാകുമ്പോൾ നമ്മളത് പറയുന്നത് മാത്രം, അങ്ങനെ കൂടി വരുന്നത് അതിനെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്? അത് ഒന്ന് പിന്നെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒന്ന് സൂക്ഷ്മതയുള്ള തഖ്വയുള്ള ജീവിതം നയിക്കുക എന്നുള്ളത് തന്നെ ഓരോരുത്തരും. പിന്നെ വിശദമായി പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇസ്ലാമിക നിയമവ്യവസ്ഥകൾ അതിൽ സൂക്ഷ്മത പാലിക്കാത്തതിൻ്റെ കാരണമാണ് ഒന്ന് എന്നുള്ളത്. ഉദാഹരണത്തിന് പിന്നെ ഒരു കുടുംബം, ആ കുടുംബത്തിൻ്റെ ജീവിത ചിട്ട അതിൽ ഒരു ഇസ്ലാമിക മാനം കൊണ്ടുവരികയാണെങ്കിൽ ഒരു പരിധി വരെ നിയന്ത്രിതമാകും എന്നുള്ളതാണ്. ഒന്ന് ഞാൻ പറയുന്നത്, പഴയ കാലത്തൊക്കെ ഒരു കുടുംബ ലീഡർക്ക്, ഒരു ഫാമിലി ലീഡർക്ക് ആ കുടുംബത്തിൽ ഏറെ സ്വാധീനം ഉണ്ടാവുമായിരുന്നു. അദ്ദേഹം പറഞ്ഞാൽ അത് കേൾക്കുമായിരുന്നു, ആരും പറഞ്ഞാൽ കേൾക്കുമായിരുന്നു. അപ്പോൾ അവരെ ആ ഉത്തരവാദിത്തത്തിൽ അവരാ കാര്യം പറയുമ്പോൾ
അവർക്ക് ആ കുടുംബത്തിൽ ആ കാര്യം നടപ്പിലാക്കാൻ സാധിച്ചിരുന്നു. ഞാനും പിന്നെ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ തന്നെ ചില നാട്ടിലെ വലിയ ലീഡർമാരുണ്ടാവും. അവരൊരു പിന്നെ ഗാംഭീര്യമുള്ള ഒരു കമാൻഡിങ് പവറുള്ളായിരുന്നു. അവരിങ്ങനെ നടന്നു പോയാൽ ആളുകൾ മാറിയിരിക്കും. ഒരു മടക്കുത്ത് കുത്തിയ ഒരാളാണെങ്കിൽ താൻ അയച്ചിടും, കാണുമ്പോൾ സിഗരറ്റ് ഉണ്ട് എടുത്ത് വലിച്ചെറിയും. അങ്ങനെ ഒരു ആദരവും ബഹുമാനവും പേടിയും എന്നുണ്ടായിരുന്നു പണ്ട് കാലത്തുണ്ടായി. ഇന്ന് ആരെയും പേടിക്കേണ്ട ഒരു വിഷയം ആർക്കും ഇല്ല എന്നുള്ള ഒരു ഭയപ്പാടൊന്നുമില്ല. ഒരു ബഹുമാനം എന്നുള്ളത്, ബഹുമാനമാണല്ലോ ഭയം വരുന്നത്. ആ ബഹുമാനം നഷ്ടപ്പെട്ടു എന്നുള്ളത് അതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. ഈ പുതിയ തലമുറയിലേക്ക് നമ്മൾ ഈ വിവാഹമോചനത്തിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് കുറേ കൂടി ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാട് നൽകാനോ, ഇനി അതല്ല കുറേ കൂടി അവർക്ക് ഈ ഒരു ജീവിത ബന്ധങ്ങളെക്കുറിച്ച്, എന്താണ് ഈ ജീവിതം, എന്താണ് ബന്ധം എന്നതിന് അത്തരം പഠനങ്ങൾ അവർക്ക് കുറേ കൂടി വേണ്ടതായിട്ടുണ്ട് എന്ന ഒരു അഭിപ്രായം നമുക്ക്, അല്ലെങ്കിൽ അത്തരത്തിൽ മഹല്ലുകളൊക്കെ യുവാക്കൾക്ക് യുവതികൾക്കൊക്കെ ഇത് ഒരു പ്രീ മാരിറ്റൽ സംവിധാനങ്ങളൊക്കെ സംവിധാനിക്കേണ്ടതുണ്ടെന്നുള്ള അനിവാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് നിലവിൽ നടക്കുന്നുണ്ട്. പ്രീ മാരിറ്റൽ സംവിധാനങ്ങളൊക്കെ തന്നെ ധാരാളം എല്ലാ മഹല്ലുകളിലും. അപ്പോൾ എന്നിട്ടും എന്തുകൊണ്ടാണ്, എവിടെയാണ് ആ പ്രശ്നം നിൽക്കുന്നത്? ഒന്ന്, അതിൻ്റെ പ്രധാന കാരണം ഞാൻ കണ്ടെത്തുന്നത് ഈ ലിബറലിസം അത് വളർന്നു വരുന്ന തലമുറയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിശ്വാസത്തിലും ഒരുപാട് വരുന്നുണ്ട്. കാഴ്ചയിലുള്ള വിശ്വാസവും അനുഷ്ഠാനമൊക്കെ ആണെങ്കിലും ഉറച്ച വിശ്വാസങ്ങൾ കുറവാണ്. മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയ നിരീശ്വരത്വ യുക്തിവാദമോ ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. യുക്തിവാദം ധാരാളം വർദ്ധിക്കുന്നുണ്ട്. അത് ഒരു കാരണം സോഷ്യൽ മീഡിയ ധാരാളം അതിനുള്ള പ്രചോദനമാകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ ഏത് സോഷ്യൽ മീഡിയകൾ എടുത്തു നോക്കിയാലും അവരെ ഓരോ വാദങ്ങളും മറുവാദങ്ങളൊക്കെ യുക്തിക്ക് ചിലപ്പോൾ അതാണോ സത്യം എന്ന് തോന്നിപ്പോകുന്ന രീതി വരാറുണ്ട്. ഇസ്ലാമിൻ്റെ ഈ രീതി നടപ്പ് എന്നൊക്കെ പറയുന്നത് യുക്തിയല്ല, അവർക്ക് ഉത്തരം കിട്ടാത്തതൊക്കെ പഴഞ്ചനാണ്. ഇസ്ലാമിൻ്റെ രീതി എന്നുള്ള യുക്തിയല്ല. അത് ഒമാ അത്താക്കും റസൂൽ ഫഖദു ഒമാ നഹാക്കും അന്ന ബന്ധു, ഹബീബായ തങ്ങൾ എന്ത് പറഞ്ഞു അത് ചെയ്യാൻ പറ്റൂല എന്നൊരു വർജിക്കുക എന്നുള്ളതാണ് ആരുത്, ഇസ്ലാമിൻ്റെ തിയറി. പക്ഷേ ആ ഒരു ഇസ്ലാമിൻ്റെ നല്ല വശങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ യുക്തിവാദങ്ങളോ ഉള്ള ആളുകൾ വിവാദപരമായ വിഷയങ്ങളിൽ ആളുകൾ എന്ത് ചെയ്യും, കൊണ്ടുപോയി എത്തിക്കുകയും അതിന് ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ആളുകളെ. യഥാർത്ഥത്തിൽ വേണ്ടത് നല്ല വശങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ തിരക്കടില്ല. പക്ഷേ ഈ ദീനിൻ്റെ വിരുദ്ധരായ ഇസ്ലാമി വിരുദ്ധ ആളുകളൊക്കെ ഇസ്ലാമിൻ്റെ ന്യൂനത എവിടെയാണെന്ന് കണ്ടെത്താൻ നോക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ ന്യൂനതല്ല, യുക്തിക്ക് ന്യൂനതയായിരിക്കും. യഥാർത്ഥത്തിൽ എന്തല്ല, ന്യൂനതല്ല. ഒരു യുക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്തൊരു ന്യൂനത ഉണ്ട് എന്ന് തോന്നിപ്പോവും. എന്നാൽ ഏതല്ല, ഈ ദീനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, ന്യൂനതല്ല. പക്ഷെ അത് ന്യൂനതയാക്കിയെടുത്ത് വിശ്വാസികളുടെ മനസ്സിലേക്ക് കടത്തി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഈ വിശ്വാസത്തോടുള്ളതായിരിക്കുന്ന അവമതിപ്പ് അത് പലപ്പോഴും അവരെ ഈ കർമ്മങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടെന്ന് ഒരു കാരണം. മറ്റൊന്ന് പിന്നെ സ്വതന്ത്രമായ എന്തും ചെയ്യാനുള്ള ഒരു സൗകര്യം ഇന്ന് ആർക്കുണ്ട് എന്നുള്ളതാണ്. എന്തിന് നിയമത്തിൻ്റെ ഏതുണ്ടാവും, പരിരക്ഷയുണ്ടാവും. അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. നിയമത്തിൻ്റെ പരിരക്ഷ. ഒരിപ്പോൾ ലിവിങ് ടുഗദർ ഉണ്ടല്ലോ, അത് സത്യത്തിൽ എന്താണ്, ഇസ്ലാമിക വിരുദ്ധമാണ്. നിയമത്തിന് എന്തുണ്ട്, പരിരക്ഷ അനുവദനീയമാണ്. അത് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഒരു ഖാലിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിയമം നടപ്പാക്കാൻ പറ്റുമോ? അത് ഈ ഖാലി നടപ്പിലാക്കുന്ന എല്ലാ വിഷയങ്ങളിലുണ്ട്. ആ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ പല നിയമങ്ങളും ലീഗലായിട്ട് ചിലപ്പോൾ നമുക്ക് അത് ഇസ്ലാമിന് വിരുദ്ധമായിട്ടോ അനുകൂലമല്ലാത്തോ ആയിരിക്കും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഫസ്റ്റ് ഇസ്ലാമിൽ അനുവദനീയമാണ്.
ഒരു സഹോദരിക്ക് അവകാശമാണ് എന്ത് ചെയ്യുക എന്നുള്ളത്, ഫസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇന്ത്യൻ ലീഗൽ ഫസ്റ്റ് അനുവദിക്കുന്നില്ല. ഇവിടെ ഒരു പെണ്ണ് ആവശ്യപ്പെടുകയാണ്, എനിക്ക് വിവാഹമോചനത്തിന് എന്താണ് അവകാശം, എനിക്കും വേണ്ട ഒരു അവകാശം, പുരുഷന് മാത്രമല്ലല്ലോ വിവാഹമോചനത്തിലുള്ളത്. നമ്മൾ ഫസ്റ്റ് എന്നുള്ള കൈകാര്യം ചെയ്ത് കഴിയുകയാണെങ്കിൽ അത് ഈ നിയമവിരുദ്ധമാണ്. നേരെ മറിച്ച് അതേ ആർക്ക് മാർഗമുള്ളൂ, ഒരു പെണ്ണിന് സാഹചര്യങ്ങളുണ്ടെങ്കിൽ, ഒന്നും പെട്ടെന്ന് ചെയ്യുന്ന കാര്യമൊന്നുമല്ല, സാഹചര്യങ്ങൾ അതിൻ്റെതായ വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ ഒരു പെണ്ണിന് വിവാഹമോചനം ഫസ്റ്റിലൂടെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ നിയമവിരുദ്ധമാണ്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അത് രണ്ടും കൂടി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാത്ത രീതിയിൽ നല്ല നിലക്ക് അതിനെ കൈകാര്യം ചെയ്യാനാണ് ഒരു കാതിൻ്റെ ഒരു ഉത്തരവാദിത്വം. അത് വലിയ ബാധ്യതയാണ്. ഈ ചില വിഷയങ്ങൾ പറയാൻ പറ്റാത്ത സാഹചര്യം, ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത് കണ്ടത് ഈ ഡിവോഴ്സായ പെൺകുട്ടികളുടെ മാത്രം പ്രത്യേക സംഗമങ്ങൾ, ഒരു 10-20 ആളുകൾ ഒന്നിച്ച് റിസോർട്ടുകളിലൊക്കെ താമസിക്കുക. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യാനോ നിങ്ങൾ സ്വതന്ത്രമായിരിക്കുന്നു എന്ന് പറഞ്ഞ ക്യാമ്പയിനുകൾ നടത്തുക. അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗത്ത് ക്യാമ്പയിൻ ചെയ്യാൻ ഒരു ടീം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ യുക്തിവാദികളോ അല്ലെങ്കിൽ മറ്റ് അരാജകത്വവാദികളോ ഒക്കെ അതിൻ്റെ പിറകിലുണ്ടാവും. പക്ഷേ ഇത്തരം ആളുകൾക്കെതിരെ എങ്ങനെ നമുക്ക് ക്യാമ്പയിനായിട്ട് അവരുടെ ക്യാമ്പയിനുകൾക്ക് എങ്ങനെ ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ അവരോട് മറുപടി എങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഇതിന് മഹല്ല് കെട്ടുറപ്പുണ്ടാവണമെന്നില്ല. മഹല്ല് ആ കാര്യത്തിൽ ശക്തമായ നിലപാടും നടപടികളുണ്ടാകുക എന്നുള്ളതാണ്. അതിന് മഹല്ല് ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ മഹല്ല് ഭരിക്കുന്നവർക്ക് സാധിക്കണം. എന്നാൽ ഖാദിയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ഇത്യാദി വിഷയങ്ങൾ വരുമ്പോൾ ഖാദി പറയും, എല്ലാ ഉത്തരവാദിത്തമായ ഒരു ആത്മീയ നേതാവ് പറയുമ്പോൾ അത് മഹല്ലിൽ അത് കർശനമായി നടപ്പിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് പിന്നെ വേറൊരു ക്യാമ്പയിനൊന്നും അതിന് ഫലവത്തല്ല എന്ന് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഇനി സാധ്യം ഉണ്ടെങ്കിൽ ചെയ്യാത്ത. ഇപ്പം ഈ മഹല്ലുകളെ കുറിച്ച് പറയുമ്പം ഇപ്പം ഖാദിയുടെ ഒരു കൽപ്പിക്കുവാനുള്ള അധികാരമില്ല, വിധികൾ പറയാനുള്ള അധികാരം മാത്രം നടപ്പിലാക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ഈ ഒരു ഖാദി പല മഹല്ലുകളിലും ഖാദിയും മഹല്ലും തമ്മിൽ മഹല്ല് കമ്മിറ്റി വേറെ അവരെ ഇരിക്കുന്നു. പക്ഷേ ഖാദി ചില ഇത്തരം കാര്യങ്ങളിൽ മാത്രമായിരിക്കും നിലപാടും തീരുമാനവും. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വേണമെന്നാണ്. കാരണം ഒരു മഹല്ലിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ളൊരു ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ അതിൻ്റെ അങ്ങനെ തന്നെയാണ് ചിത്രത്തിലെങ്കിലും, പക്ഷെ നടപ്പിലാക്കുന്നിടത്ത് ചെറിയൊരു പോരായ്മ അങ്ങനെ ഉള്ളതായിട്ട് ഉണ്ടോ? അങ്ങനെ അതിപ്പോൾ എനിക്ക് ഖാദിയും മഹല്ലും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും എനിക്ക് ബോധ്യപ്പെട്ടില്ല. ഞങ്ങളിപ്പോൾ മനസ്സിലാക്കില്ല. നമ്മൾ ഖാദിയെ സംബന്ധിച്ചിടത്തോളം ദീന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അത് ഖാദി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ പിന്നെ വിവേചനങ്ങളില്ലാത്ത രീതിയിൽ ഷറഇൻ്റെ, നമ്മൾ ഷാഫി മദ്ഹബാണ്, ആ ഷാഫി മദ്ഹബിലുള്ള നിയമങ്ങൾ വ്യവസ്ഥകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ ബാധ്യതയാണ്. അറിഞ്ഞില്ലെങ്കിൽ അറിയാത്തത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്, അത് നടപ്പിലാക്കാൻ വേണ്ടി കമ്മിറ്റിയോട് ആവശ്യപ്പെടുക എന്നുള്ളതാണ്. അത് നടപ്പിലാക്കേണ്ട കമ്മിറ്റി. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ വിഷയം എന്ന് പറയുമ്പോൾ അത് മസലപരമായ വിഷയം ആയിക്കോളുന്നില്ല ചിലത്. അത് ഇങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ എന്ന് പറയുന്നത് പിന്നെ പൊതുവിഷയങ്ങളായിരിക്കാം. പൊതുവിഷയങ്ങളിൽ ഖാദി അങ്ങനെ എല്ലാ പൊതു രാഷ്ട്രീയ വിഷയങ്ങളിൽ ഖാദി ഇടപെടാതിരിക്കണം നല്ലത്. പിന്നെ പൊതുവിഷയത്തിൽ ഇസ്ലാമിക മാനം എന്ത് ചെയ്യുക എന്നുള്ളതാണ്, അത് നടപ്പിലാക്കാനും പറയാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അവിടെ പിന്നെ എന്തില്ലായിരിക്കണം, രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ ഇരു കൂട്ടരെയും സമന്വയിപ്പിച്ചുകൊണ്ട് രണ്ടു കൂട്ടർക്കും തകരല്ലാത്ത രീതിയിൽ അവിടെ ദീൻ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഖാദി ചെയ്യേണ്ട ഉത്തരവാദിത്വം. അത് കുറച്ച് ടാസ്ക്കാണ്. അതുപോലെ ഈ കോഴിക്കോടിൻ്റെ ഖാദി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മിഷ്കാൽ പള്ളിയുടെ ഖാദി എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് ഈ സാമൂതിരി രാജാവിൻ്റെ സഭയിലൊക്കെ പ്രത്യേക സ്ഥാനങ്ങളും പ്രത്യേക അലവൻസുകളും ഒക്കെ സാമൂതിരി കുടുംബം ഈ ഖാദി എന്ന പദവിക്ക് നൽകിയിരുന്നു എന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഒരു ചരിത്രത്തോട് ഉള്ള ഒരു പള്ളി, അപ്പോൾ ഒരു പള്ളിയാണ് ഈ മിഷ്കാൽ പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ തങ്ങൾ ഖാദിയായി വരുമ്പോൾ ആ ഒരു നാടിനും ആ ഒരു ഇതിനൊക്കെ ഒരു പുതിയ എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ? ഈ പഴയ സൗഹൃദം നിലനിർത്താൻ വേണ്ടി ആവശ്യമായതിലൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. സാമൂതിരിയും ഖാദിമാരുള്ള ബന്ധം എന്നുള്ളത്
സാമൂതിരിയുടെ പിന്നെ ഭരണത്തിൽ ഖാദിക്കൊരു ഇരിപ്പിടമുണ്ടായിരുന്നു. അത് മുസ്ലിങ്ങളുടെ എല്ലാ വിഷയവും ഖാദി പറയുന്നത് സാമൂതിരി നടപ്പിലാക്കിയിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് യഥാർത്ഥത്തിൽ ഖാദി പറയുന്നത് ആർക്ക് നടപ്പാക്കായിരുന്നു? രാജാവിനെ നടപ്പിലാക്കിയത്. ഇന്നിപ്പോൾ അത് നടക്കൂല. എന്നിരുന്നാലും നമ്മുടെ സൗഹൃദങ്ങളും ഒരു സംസ്കരണം ആവശ്യമാണ്. എന്ന് വെച്ചാൽ പിന്നെ ഒരു ബോധം നമ്മുടെ കഴിവിൻ്റെ പരമാവധി നടത്തി അനാചാരങ്ങൾ അരാജകത്വമൊക്കെ തന്നെ വെടിയാനുള്ള കൂട്ടമായ ശ്രമങ്ങളിലൊക്കെ പങ്കാളികളാവുന്നുള്ളതാണ് തന്നെ എൻ്റെ ആവശ്യത്തിൽ എനിക്ക് ശ്രമം ഉണ്ടാവും. ഈ മതസൗഹാർദ്ദത്തിൻ്റെ എന്ന് പറയുമ്പം ആചാരങ്ങളിലേക്ക് നമ്മൾ സ്വത്വം വെടിഞ്ഞുകൊണ്ട് പോകുന്ന ചില കാഴ്ചകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ എത്രത്തോളം ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത രീതിയിൽ അവരുടെ ഈ സഹകരണം പരിപൂർണമായിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിനിപ്പോൾ ദീനിന് വിരുദ്ധമായ നടപടികളോ കർമ്മങ്ങളൊന്നും നമ്മുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. അത്യാധി ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ ആചാരമാണ് എന്നും നമ്മുടെ അനുഷ്ഠാനങ്ങളും നാം വ്യക്തമായി എന്ത് ചെയ്യണം, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി നമ്മുടെ വിശ്വാസം ഉറപ്പിച്ചു നിർത്താനും അതിന് ഓട്ടം തെറ്റാതിരിക്കാനും വളരെയേറെ ശ്രമിക്കേണ്ടതുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ആരും ചെയ്യേണ്ട, ഒരാളെന്നില്ല, എല്ലാവർക്കും ചെയ്യേണ്ട വിഷയങ്ങളാണ്. ചില സാഹചര്യങ്ങളിലൊക്കെ തന്നെ നമ്മളെ സൗഹൃദാന്തരീക്ഷം നിലനിർത്തുന്നതിൽ നമ്മളെ വിശ്വാസത്തിന് ഓട്ടം. പഴയ കാലത്തൊക്കെ വിഷു ഓണത്തിനൊക്കെ നമ്മളെ വീട്ടിലും ചുറ്റുഭാഗത്തുള്ള ആളുകളൊക്കെ തങ്ങളുടെ വീട്ടിലേക്ക് പഴം നെയ്യപ്പൊക്കെ കൊണ്ടുവരും. അവർ സൗഹൃദമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ പലഹാരങ്ങൾ ഭക്ഷണങ്ങൾ അത് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക. അങ്ങനെയൊക്കെ അതൊക്കെ ഒരു സൗഹൃദമാണ്. എന്നാൽ അവരുടേതായ അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളെ അനുഷ്ഠാനങ്ങൾ അവർ നിർബന്ധിക്കണില്ലല്ലോ. നമ്മളെ അനുഷ്ഠാനം ചെയ്യുന്നു, അവരനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു. എന്നാൽ സ്നേഹം, സൗഹൃദം, അയൽപക്ക ബന്ധങ്ങൾ അത് എന്ത് ചെയ്യും, നമ്മൾ നല്ലോണം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്ത് വിശേഷ ദിവസങ്ങൾ നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവും. ആ സ്നേഹവും ബഹുമാനവും സൗഹൃദമൊക്കെ നിലനിർത്തും. അതൊക്കെ എപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ലേ? എപ്പോഴും അങ്ങനെയാണല്ലോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. കാരണം അയൽവാസി ആരാണെങ്കിലും എന്ത് ചെയ്ത് അവരോടുള്ള ആ സൗഹൃദം സ്നേഹം നിലനിർത്തണമല്ലോ. അവർക്ക് പ്രയാസം ഉണ്ടെങ്കിൽ അവരുടെ പ്രയാസത്തിൽ പരിഹാരം കാണാൻ നമ്മൾ നോക്കണം. അവരുടെ ബുദ്ധിമുട്ടിലും അവരുടെ സന്തോഷത്തിലും പങ്കാളികളാണ്. അതൊക്കെ തന്നെ വേണ്ടത്. അതെപ്പോഴും വേണം. അത് ജാതി മതഭേദമന്യേ വേണ്ടതാണ്. അതുകൊണ്ട് അവരെ അനുഷ്ഠാനം പിൻപറ്റുകയോ അതിൽ ഭാവക്കാവോ ചെയ്യുക എന്നുള്ളതല്ല. രണ്ടു കൂട്ടരും അവരവരുടെ അനുഷ്ഠാനം അനുസരിച്ച് തന്നെ ജീവിച്ചു പോകുമല്ലോ. അതുകൊണ്ട് ഇപ്പം ഈ ഖാലിസ്ഥാനം കൂടി ഏറ്റെടുക്കുമ്പം സ്വാഭാവികമായിട്ടും സമയം ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ മാറും. അപ്പം ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് സംസ്ഥയുടെ കാര്യാലയത്തിൽ വെച്ചിട്ട് അവിടെയുള്ള ഖാദി ഓഫീസിൽ വെച്ചാണ്. ഇനി തങ്ങളെ ഇവിടെ എത്രമാത്രം നമുക്ക് കിട്ടുമോ എന്നുള്ളൊരു സംശയം കൂടി നമുക്കുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ 19 വർഷത്തോളം ഞാനിപ്പോൾ ഈ ക്യാമ്പസിലാണുള്ളത്, ഈ ക്യാമ്പസ് തന്നെ. അപ്പോൾ എൻ്റെ ഈ മഹല്ലുകളൊക്കെ തന്നെ എന്നെ ആശ്രയിച്ചുവല്ല എവിടെയാണ്, ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ കേസുകളും കാര്യങ്ങളും കുറേ നടന്നു വരുന്ന ഓരോ വിഷയങ്ങളുണ്ട്. അതിനൊക്കെ പരിഹാരം ഇപ്പോൾ ഇവിടെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതാ ചർച്ചയും കാര്യങ്ങളൊക്കെ അവിടെ നടത്തും. അവിടെ 2 ദിവസം എന്തായാലും ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അവരാവശ്യപ്പെട്ട് ഖുതുബയൊക്കെ അവിടെ വേണമെന്നില്ല. മറ്റു ആവശ്യങ്ങളില്ലാത്ത സമയങ്ങളിലൊക്കെ തന്നെ ഖുതുബയൊക്കെ അവിടെ ഉണ്ടാവുകയും ചെയ്യും. അവസാനമായിട്ട് ഇപ്പം ഖാദി സ്ഥാനം ഏറ്റെടുത്ത 19 വർഷത്തിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ മാത്രം കേൾക്കുന്ന സമയമുണ്ടാവും. അങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ഈ സ്ഥാനം കൊണ്ട് സന്തോഷിച്ച ഈ 2 സന്ദർഭം ഒന്ന് പറയാൻ പറ്റുമോ? അതിപ്പം പറയുകയാണെങ്കിൽ കൂടുതൽ സന്തോഷിച്ചതൊക്കെ വളരെ കുറവായിരിക്കും. പ്രശ്നങ്ങളും പ്രയാസങ്ങളല്ലേ കേൾക്കുക. ഏതൊരാളും ഓലെ ഏറ്റവും വലിയ സന്തോഷം പറയാനോ ഓരോ സന്തോഷത്തിൽ പങ്കാളികളാനോ എല്ലാം കൂടുതലുണ്ടാകുക. നമുക്ക് ആദ്യം നിലയ്ക്ക് നമ്മളെ സമീപിക്കുന്ന പോലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. അപ്പോൾ കൂടുതലായിട്ട് ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളാണ് കേട്ടിട്ടുള്ളത്. അതിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ദുരിതങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്, പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിക്കാഹ് ചെയ്തു കൊടുത്താൽ തന്നെ നിക്കാഹിൻ്റെ ഒരു സാക്ഷി ഖാദിയാണ്. ഒരു സാക്ഷി ലീഗലായിട്ട് ഒരു സാക്ഷി ആരുണ്ടാവും, സാന്നിധ്യരാകും. അവർ കുടുംബപരമായ പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് കോടതിയിൽ ആരും ഹാജരാവേണ്ടി വരും. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. ഇപ്പം ഏതെങ്കിലും ഒരു മസ്ലഹത്തൊക്കെ പറയുന്നൊരു സമയത്ത് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു ഭാഗത്തിന്
പിണങ്ങുന്ന സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എതിരായിട്ടുള്ള തീരുമാനം ഉണ്ടാകുമ്പോൾ കാളിയോട് സ്വാഭാവികമായിട്ടും ഒരു അനിഷ്ടം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാനായിരിക്കും കൂടുതൽ സാധ്യതകൾ ഉണ്ടാവുക. അപ്പം അതിനൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്യാറുള്ളത്? രണ്ട് ടീമിനെയും 100% അവരെ അഭിപ്രായം അനുസരിച്ച് വിധി പറയാൻ കഴിയില്ല. ഒരു കക്ഷിക്ക് ചിലപ്പോൾ ക്ഷതങ്ങളുണ്ടാകും. ആ ക്ഷതം അവരെ മനസ്സിലാക്കി അവരെ തൃപ്തിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. രണ്ട് കക്ഷികളുണ്ടാകുമ്പോൾ രണ്ട് കൂട്ടരും ഇടുന്ന വാദങ്ങളെ ആ വാദത്തിനനുസരിച്ച് നമുക്ക് ചിലപ്പം എന്ത് ചെയ്താൽ പരിഹരിച്ചോളുന്നില്ല. ഒന്നിരിക്കൽ ഒരു കക്ഷി പറയുന്നത് വ്യാജമായിരിക്കും, അപ്പോൾ അത് സത്യം പറയേണ്ടി വരും. അപ്പോൾ മറ്റേ കക്ഷിക്ക് അവരെ വ്യാജം വിജയിക്കാത്തതിലുള്ള പ്രയാസം ഉണ്ടാകും. പിന്നെ സത്യം തന്നെ രണ്ടു കൂട്ടർ പറഞ്ഞാൽ മറ്റേ അസത്യമാണെന്ന് ബോധ്യപ്പെട്ട് രണ്ടു കൂട്ടർ പരിഹരിച്ചുകൊണ്ട് രണ്ടു കൂട്ടർ സമ്മതിക്കും. രണ്ട് പ്രശ്നങ്ങളുണ്ടാവും. രണ്ട് പ്രശ്നത്തിന് പരിഹാരം എന്നുള്ള നമ്മൾ അന്യോന്യം പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ് തീർന്ന് അവസാനത്തിലെത്തുമ്പോൾ കാതിക്കൊരു അവകാശം കൊടുക്കും പറയാനുള്ളത്. അത് ഇരുകൂട്ടരെ സമ്മതിക്കണം, തൃപ്തിപ്പെടണം എന്ന് പറയും. അങ്ങനെ തൃപ്തിപ്പെട്ട് തിരിച്ചു പോകുമ്പോൾ രണ്ടു കൂട്ടരും പിന്നീട് ആ വിഷയത്തിൽ ഉണ്ടാവില്ല തങ്ങൾ പറഞ്ഞു എന്നല്ല അങ്ങനെ തിരിച്ചു പോകാറുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഈ വിവാഹമോചനം എന്ന് പറയുന്നത്. താങ്കൾക്കും അതെങ്ങനെയാണ്? അങ്ങനെ ഒരു സന്ദർഭം എത്തുന്ന സമയത്ത് താങ്കളുടെ മനസ്സിൽ എന്താ ഉണ്ടാവാറുള്ളത്? ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി കൂട്ടി യോജിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തും. 1, 2, 3, 4, 5 നടത്തൊക്കെ അവരെ വേണ്ടി വന്നാൽ ഒരു സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഈ പരിശോധന നോക്കാൻ പറ്റുന്ന ഒരാളുകളെ സമീപിച്ചുകൊണ്ട് ഒന്നും കൂടി അവരെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കും. ഒന്നും ചെയ്തില്ലെങ്കിൽ ലാസ്റ്റ് സമയത്തെ നമ്മൾ ആ വിഷയത്തിലേക്ക് എന്ത് ചെയ്യലുള്ളൂ, നീങ്ങലുള്ളൂ. പിന്നെ ചിലത് ഓലെന്നെ തീരുമാനിച്ചു വന്നിട്ട് എഗ്രിമെൻ്റ് ചെയ്ത് വന്നിട്ട് പറയുമ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നിർവാഹമാണ് ചെയ്തു കൊടുക്കും. ഈ സ്വത്ത് തർക്കങ്ങളൊക്കെ ഇപ്പോൾ വളരെ കുറവാണെന്ന് തോന്നുന്നു അല്ലേ? അത് അങ്ങനെയാണ് പഴയമാരത്തെല്ലാം സാമ്പത്തികമെല്ലാം കുറവല്ലേ. വലിയ പാരമ്പര്യ സ്വത്തുകളൊക്കെ വളരെ കുറവാണ്. ഉള്ളത് കേസായിട്ട് അങ്ങനെ എടുക്കും. അത് കേസ് പരിഹരിക്കാൻ ഇവിടെ ഇല്ല, കേസ് മേലെ പോകുള്ളൂ. കൂടുതലായിട്ട് കേസായിട്ടാണ് പോകുന്നത്. ഒറ്റ കാര്യം കൂടി, നമ്മുടെ ഈ വിവാഹമോചന കേസുകൾ കൂടുതൽ നടക്കുന്നത് ഏത് തരം കാറ്റഗറി ആളുകളിലാണ്? സാമ്പത്തികമുള്ള ആളുകളിലാണോ, സാമ്പത്തികം കുറഞ്ഞ ആളുകളിലാണോ, ഇടത്തരം ആളുകളിലാണോ, വിദ്യാസമ്പന്നരിലാണോ? അങ്ങനെ താങ്കളുടെ അടുത്ത് ഒരുപാട് കേസുകൾ എത്തിയിട്ടുണ്ടാവല്ലോ. പൊതുസമൂഹത്തിന് അതിനെക്കുറിച്ചൊന്ന് ഒരു തിരിച്ചറിവ് എന്നുള്ള നിലക്കാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാവരും തുല്യമാണ് ആവശ്യത്തിൽ. പിന്നെ ഈ വിദ്യാസമ്പന്നർ നമ്മൾ പലപ്പോഴും പറയുമ്പോൾ അവർ 4 വിദ്യാസമ്പന്നരും കൂടുതലാണ്. ഒന്ന്, എല്ലാവർക്കും സ്വയമായി നിലനിൽക്കാൻ ഒരാൾക്ക് സാധ്യമാവും എന്ന് തോന്നുമ്പോൾ പിന്നീട് ചെറിയ ചെറിയ വിഷയങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് സ്വതന്ത്രമാവാനാണ് പലരും ശ്രമിക്കാറുള്ളത്. അത് സാമ്പത്തികമായി രണ്ടു കൂട്ടരും ഈ കഴിവുള്ളവരാണെങ്കിൽ, ഭാര്യയും ഭർത്താവും, ഉദാഹരണത്തിന് ഭാര്യ ജോലിക്ക് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭർത്താവിന് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ സ്വന്തം ജീവിക്കാൻ വക ഉണ്ടാവുമെന്ന് ആർക്ക് തോന്നിക്കഴിഞ്ഞാൽ, ചില ആൾക്ക് എല്ലാവരും അല്ല തോന്നുമ്പോൾ അവർ അത് പിന്മാറാൻ ഒഴിവാകാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ അടുത്ത് വളരെ സാമ്പത്തികം കുറഞ്ഞ ആളുകളുണ്ട്, കുടുംബമായി നല്ല ഫാമിലികളുണ്ട്, സാമ്പത്തികമായി നല്ല കൈകാര്യം ചെയ്യുന്നവരുണ്ട്. എല്ലാ ആളുകളുടെ വിഷയത്തിൽ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിലൊരു വേർതിരിവ് നമ്മൾ കാണേണ്ടതില്ല. ഉണ്ട്, എല്ലാറ്റിലും ഉണ്ട്. കോഴിക്കോടിൻ്റെ തലയെടുപ്പുള്ള മിഷ്കാൽ പള്ളിയുടെ കൂടി കാളിയായി, കോഴിക്കോടിൻ്റെ മുഖ്യ കാളിയായി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുലേലി ചുമതല ഏൽക്കുകയാണ്. തങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. waytonikah.com, the exclusive Muslim matrimonial site.